ദൈവത്തിൻ്റെ സ്നേഹം മാത്രം നിലകൊള്ളും. കാരണം ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. വിശുദ്ധ തിരുവെഴുത്തുകളെ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് തുലനം ചെയ്യാൻ മറ്റൊരു സ്നേഹം ഈ ലോകത്തിലില്ല പ്രിയപ്പെട്ടവരെ. ആ പാട്ടിൻ്റെ വരികളിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചതായ ഒരു വാക്ക് യേശുവാണ് എൻ്റെ സ്നേഹിതൻ എന്ന പദമാണ്. ഈ ലോകത്തിൽ നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ലോകത്തിൽ പല ബന്ധങ്ങളും ബന്ധന കാരണങ്ങളായി തീരുമ്പോൾ, നിലനിൽക്കുന്ന ബന്ധം ക്രിസ്തുവിനോടുള്ള ബന്ധമായിരിക്കുമ്പോൾ തന്നെ ആ ബന്ധം ഒരു സ്നേഹത്തിന് അധിഷ്ഠിതമാണെങ്കിൽ, ക്രിസ്തുവിനെ ഒരു സ്നേഹിതനായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നെങ്കിൽ, ഈ ലോകത്തിലെ പല പ്രതിസന്ധികളെയും ആ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കുവാനായി കഴിയും. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അബ്രഹാം ദൈവത്തോടൊരു സുഹൃത്തിനെ പോലെ സംസാരിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശു കർത്താവ് ഉയർപ്പിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശു കർത്താവിനോട് രോഗവിവരം അറിയിക്കുമ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്: അവന്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നു. അതെ, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. യേശു ഉയർപ്പിച്ച ലാസർ യേശുവിന്റെ സ്നേഹിതനായിരുന്നു. എന്താണ് ആ ഒരു ബന്ധത്തിന്റെ ആഴം, ആ ഒരു ബന്ധത്തിന്റെ പ്രത്യേകത? അപ്പനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, വല്യപ്പനോട്, വല്യമ്മയോട്, അപ്പച്ചനോട്, അമ്മച്ചിയോട് ഒക്കെ നമ്മൾ പറയാത്തത്, നമ്മുടെ പാസ്റ്ററോട്, നമ്മുടെ പള്ളിയിൽ അച്ഛനോട് ഒക്കെ പറയാത്തത് നമ്മൾ നല്ലൊരു സുഹൃത്തിനോട് പങ്കുവയ്ക്കും. നമ്മളെ ചതിക്കാത്ത, നമ്മളെ വഞ്ചിക്കാത്ത, നമ്മളെ മനസ്സിലാക്കുന്ന നല്ലൊരു സ്നേഹിതൻ നമുക്കുള്ളത് എപ്പോഴും ഒരു ആശ്വാസമാണ്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും ഒരു സന്തോഷകരമായ അവസ്ഥ തന്നെയാണ്. നമ്മുടെ ഭാരങ്ങൾ പങ്കുവയ്ക്കാനും, നമ്മളെ മനസ്സിലാക്കാനും, നമ്മളെ തോളിൽ തട്ടി എൻകറേജ് ചെയ്യാനും അങ്ങനൊരു ബന്ധം ഉള്ളത് നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ലോകത്തിലെ എല്ലാ സുഹൃത്ത് ബന്ധങ്ങളെയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈ ലോകത്തിലെ പല ബന്ധങ്ങൾക്കകത്തും ബന്ധനങ്ങളില്ലേ? ഈ ലോകത്തിലെ പല ബന്ധങ്ങളും പിന്നത്തേതിൽ പ്രതിസന്ധികളായി തീരുന്നില്ലേ? എന്നാൽ യേശു കർത്താവ് നിങ്ങൾക്ക് നല്ലൊരു സ്നേഹിതൻ തന്നെയാണ്.